ഏഷ്യാനെറ്റ് കോമഡി കുക്സ് റിയാലിറ്റി ഷോ വിജയകരമായി മുന്നേറുന്നു. റിയാലിറ്റി ഷോയിലെ 4ാം എപ്പിസോഡിലെ അപ്ഡേറ്റുകൾ ഇങ്ങനെ. ഏപ്രിൽ 26 സംപ്രേഷണം ചെയ്ത എപ്പിസോഡിൽ മെയിൻ കുക്കിംഗ് കോമ്പറ്റീഷനാണ് നടന്നത്. തലേന്നത്തെ എപ്പിസോഡിൽ പുതിയ ടീമുകളെ രൂപീകരിക്കുന്നതും അഡ്വാൻറ്റേജ് ടാസ്കുകളും ഒക്കെ നടന്നിരുന്നു. പൂക്കികൾ കേരളത്തനിമയുള്ള കഥാപാത്രങ്ങളായിട്ടാണ് ഷോയിലെത്തിയിരിക്കുന്നത്. ഇവർ എപ്പിസോഡിൽ ആ കഥാപാത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതും. ഈ സീസണിലെ ആദ്യ മത്സര കുക്കിംഗ് എന്ന പ്രത്യേകതയും ഈ എപ്പിസോഡിനുണ്ട്. ആദ്യം തന്നെ പാൻട്രി ഇൻചാർജ് ജിസേലിനെ ഷോയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇതിനിടയിൽ ജിസേലുമായി ഗന്ധർവൻ അഥവാ ടാർസൻ കോംബോ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് എപ്പിസോഡ് അവസാനം വരെ പലപ്പോഴായി തുടരുന്നുമുണ്ട്. ഇതിനിടയിൽ മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ ദിഗംബരൻ അശ്വിൻ നീലിയുമായി ഒരു കോംബോയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. നീലിക്ക് നാരായണിയമ്മ എന്ന പേരൊക്കെ കൊടുത്ത് രംഗം കൈയടക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. മത്സരം ആരംഭിക്കുന്നു. അതിനു മുൻപായി കഴിഞ്ഞ എപ്പിസോഡിൽ അഡ്വാൻറ്റേജ് ടാസ്കിൽ വിജയിച്ച സുചിത്ര ഗന്ധർവൻ ടീമിന് 2 അഡ്വാൻറ്റേജുകൾ ലഭിക്കുന്നു. ആദ്യത്തേത് 5 മിനിറ്റ് ആരുടെയെങ്കിലും കുക്കിംഗ് സ്റ്റൗ ഓഫാക്കാം എന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഹിൻഡ്രൻസ് ധരിക്കേണ്ട സമയത്ത് അത് ധരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. കുക്കിങ്ങിനുള്ള സമയക്രമം ഇങ്ങനെ: 10 മിനിറ്റ് പൂക്കികൾക്ക് സ്റ്റോർ റൂമിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള സമയമാണ്. തുടർന്ന് 1 മണിക്കൂർ പാചകത്തിനുള്ള സമയമാണ്. അതിനെ 3ആയി തിരിച്ചിരിക്കുന്നു. ആദ്യ 20 മിനിറ്റ് കുക്ക് ഹിൻഡ്രൻസ് ധരിക്കണം. ഈ സമയം പാചകം ചെയ്യേണ്ടത് പൂക്കികളാണ്. വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം. അടുത്ത 20 മിനിറ്റ് ഹിൻഡ്രൻസ് മാറ്റി കുക്കുകൾക്ക് കുക്ക് ചെയ്യാം. വീണ്ടും 20 മിനിറ്റ് ഹിൻഡ്രൻസ് ധരിക്കുകയും പൂക്കികൾ പാചകം ചെയ്യുകയും വേണം. ഈ എപ്പിസോഡിൽ ഹിൻഡ്രൻസ് ഒരു പേപ്പർ കവർ മുഖത്തിടുക എന്നതാണ്. കുക്കിംഗ് ആരംഭിക്കുന്നതോടെ നിരവധി രസകരമായ രംഗങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്. ശബരീഷിന് കെവിന്മാരെ മാറിപ്പോകുന്നതും ഇടയ്ക്ക് പൂക്കി അടുത്തുണ്ട് എന്ന് കരുതി ശബരീഷ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും അശ്വിൻ ദിഗംബരൻ്റെ ഓമനത്തിങ്കൾ കിടാവേ എന്ന പാട്ടും നിവിൻ്റെ ലിപ്സ്റ്റിക് മാഹിയുടെ മുഖത്ത് പറ്റിയതിനെക്കുറിച്ചുള്ള അന്വേഷണവും ജിസേലുമായി കോംബോ തുടങ്ങാൻ പലരും ശ്രമിക്കുന്നതും സ്റ്റോർ റൂമിൽ പൂക്കികൾ ഒരുമിച്ച് നടത്തിയ പ്രകടനങ്ങൾ, വാൾ കാണാതെ പോകുന്ന ചന്തുവും പിന്നീട് ഭാവന ചന്തുവിന് വാൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതും അങ്ങനെ പലതും. ഇതിനിടയിൽ മഹി മിക്സി അടയ്ക്കാതെ ഓൺ ചെയ്യുകയും അവിടെയാകെ തെറിക്കുകയും ചെയ്തു. മഹിയും കൂടെയുണ്ടായിരുന്നവരും പെട്ടെന്ന് പേടിച്ച് പിന്മാറുകയും ചെയ്തു. അൻസിബ ബീഫ് ലിവർ അടുപ്പത്ത് വെച്ച് അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി നിലത്തിരുന്ന് ധ്യാനിക്കുന്ന കാഴ്ച മനോഹരമായിരുന്നു. അതിനിടെ ടങ് ട്വിസ്റ്റർ പെർഫോമൻസുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നിയമങ്ങൾ തെറ്റിച്ചതിന് ചില ടീമുകൾക്ക് പണിഷ്മെന്റ് ലഭിക്കുന്നുണ്ട്. കുക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് കുക്ക് ചെയ്തതിന് അനുമോൾ അശ്വിൻ ടീമിലെ ഇരുവർക്കും കുറെ സമയം കൈപൊക്കി നിൽക്കാനും സുചിത്ര ഗന്ധർവൻ ടീമിന് കൈപൊക്കി നിന്നുകൊണ്ട് ഡാൻസ് സ്റ്റെപ്പുകൾ വയ്ക്കാനും പണിഷ്മെന്റ് ലഭിച്ചു. ഫോണിൽ റെസിപ്പി കൊണ്ടുവന്ന് അത് നോക്കി കുക്ക് ചെയ്തതിന് മീനാക്ഷി സാബുമാൻ ടീമിന് പണിഷ്മെന്റ് ലഭിച്ചു. സന്ധ്യാമ്മ ശ്രീവിദ്യ ടീമിന് പണിഷ്മെന്റ് ലഭിച്ചത് ശബരീഷിനെ ഹെൽപ്പ് ചെയ്തു എന്ന കാര്യത്തിലാണ്. അഡ്വാൻറ്റേജ് ബെനിഫിറ്റിന്റെ ഭാഗമായി സുചിത്ര 5 മിനിറ്റ് സ്റ്റൗ ഓഫ് ചെയ്യാൻ തിരഞ്ഞെടുത്തത് അനുമോളെയാണ്. ഓരോ ടീമും തയ്യാറാക്കിയ ഡിഷുകൾ ഇതൊക്കെയാണ്. അനുമോൾ ദിഗംബരൻ അശ്വിൻ ടീം തയ്യാറാക്കിയത് പാൽക്കപ്പ, വറുത്തരച്ച ചിക്കൻ കറി എന്നിവയാണ്. സുചിത്ര ഗന്ധർവൻ ടാർസൻ ടീം തയ്യാറാക്കിയത് ചോറ്, മട്ടൻ തോരൻ എന്നീ വിഭവങ്ങളാണ്. ഹംഗ്രി മാഹി ചന്തു ഡെയിൻ ടീം ഇറച്ചിച്ചോറ് തയ്യാറാക്കി. സാബുമോൻ വൈശാലി മീനാക്ഷി ടീം തയ്യാറാക്കിയത് ഉള്ളിത്തീയലും ഇഞ്ചിത്തൈരുമായിരുന്നു. ശബരീഷ്, പെരുന്തച്ചൻ, എബിൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയത് താറാമുട്ട, തുലാസ്, കൈപ്പപ്പടം തുടങ്ങിയ വിഭവങ്ങളായിരുന്നു. അത് പൂർണ്ണമായി പാചകം ചെയ്ത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ജിയോ മച്ചാൻ, നീലി, നിവിൻ ടീം ബട്ടർ കപ്പയും പൂമ്പാറ്റ മത്സ്യം പൊള്ളിച്ചതും തയ്യാറാക്കി. സന്ധ്യാമ്മ, ഉണ്ണിയാർച്ച, ഐശ്വര്യ മുലശ്ശേരി ടീം ഗോതമ്പ് ദോശയും കരിമീൻ കറിയും തയ്യാറാക്കി. അൻസിബ, കൊച്ചുണ്ണി, കെവിൻ ടീം അരിപ്പത്തരി, ബീഫ് ലിവർ, തേങ്ങാപ്പാൽ എന്നിവ തയ്യാറാക്കി. ജഡ്ജസ് എല്ലാ വിഭവങ്ങളും പരിശോധിച്ച ശേഷം ഇതിൽ നിന്ന് ആദ്യം ടോപ്പ് 3 ഡിഷസ് തിരഞ്ഞെടുത്തു. അത് ഈ 3 ടീമുകളുടെ വിഭവങ്ങളായിരുന്നു. അൻസിബ കെവിൻ ടീം, സുചിത്ര സുബിൻ അഥവാ ടാർസൻ ടീം, അനുമോൾ അശ്വിൻ ടീം. ഇതിൽ നിന്നും ഏറ്റവും നല്ല കുക്കിംഗ് ടീമിനെ കുക്ക് ഓഫ് ദ വീക്ക് ആയി അനുമോൾ ആൻഡ് അശ്വിൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഇവർക്കുള്ള സമ്മാനമായി അവിടെ സ്ഥാപിച്ചിട്ടുള്ള സത്യ സ്പിന്നിംഗ് വീൽ കറക്കി അതിലൂടെ ഒരു ലാപ്ടോപ്പ് അനുമോൾക്ക് സ്വന്തമാക്കി. നിലവിലെ ഷോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.